എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. വീട്ടിലേക്ക് കടക്കുന്ന മുന്നേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ സാറാണെങ്കിൽ അവളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കാരണം അവൾ ആ ഒരു സെക്രട്ടറി ആവാനുള്ളത് അക്സെപ്റ്റ് ആക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവൾക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എയ്സ് ആണെങ്കിൽ അവൾക്ക് നല്ലൊരു ഓഫറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഓഫർ അവൾ അക്സെപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാർ അവളോട് പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഇവർക്ക് പരസ്പരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ സാറ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലബോറട്ടറി ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. സോ അത് നിനക്ക് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതാണ് എന്താണെന്നുള്ളതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ആ സീക്രട്ട് ലബോറട്ടറി ഇവിടെ സ്റ്റിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട്. സയൻറ്റിസ്റ്റ് ഇക്വേഷൻ ഫോർമുലയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു സയൻറ്റിസ്റ്റിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ഫോർമുല ആ ഒരു ഇക്വേഷൻ ഫോർമുല കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഫോർമുലേൻ്റെ ലാസ്റ്റ് സംഭവം ആഡ് ആക്കാനുള്ളതൊക്കെ അവിടെയുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഈ സയൻറ്റിസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒളിപ്പിച്ച് ആ ഒരു ലൈബ്രറി തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായത്. ലൈബ്രറി ആ ഒരു ലബോറട്ടറി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെയുള്ള അതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ആ ലബോറട്ടറിയിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത് എവിടെയാണ് എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിതുവരെ ആ ലബോറട്ടറി എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് അറിയുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് ആ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലും കാര്യങ്ങളൊക്കെയാണ്. സോ നീ ഇതിൽ പോവുകയാണ് ആ ഒരു സെക്രട്ടറി അക്സെപ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പുറത്തിറങ്ങാനും കൂടെ അത് നല്ലൊരു സഹായകമാവും. നിന്നെക്കൊണ്ടേ അത് സാധിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ അവളോട് പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് മാത്രമല്ല ഒരു സീക്രട്ട് ഏജൻറ്റ് കൂടിയാണ്. സോ നിൻ്റെ ഹെൽപ്പ് എനിക്ക് എന്തായാലും വേണമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കിത് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ സാറിന് എനിക്ക് വിശ്വാസം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ വാനും അതുപോലെ തന്നെ സെന്നും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ മിസ്സിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. കാരണം അവൾ കൊലപാതകം ചെയ്തൊരു രീതിയിലായിരുന്നു അവരുടെ പ്രവൃത്തിയും ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. സോ അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആ രീതിയിൽ എന്നെ തീരെ അവർ ഹേർട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള ടെൻഷനിലും കാര്യങ്ങളായിരുന്നു നിന്നെ പറ്റിയിട്ട്. നിനക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും? ആ ഒരു നല്ലൊരു ഫോഴ്സിലാണല്ലോ പ്രിൻസിപ്പൾ നിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പേടിക്കാനായിട്ടൊന്നും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ സുപ്രീമോൻ്റെ അടുത്തേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവരാണെങ്കിൽ വേറൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ 9th പൊസിഷൻ കിട്ടിയല്ലോ. സോ അത് അക്സെപ്റ്റ് ആക്കണം, സെക്രട്ടറി ആയിട്ട് തുടരണം എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളായിരുന്നു. എന്നെ അതിന് ഫോഴ്സ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു നീ എന്ത് തീരുമാനം എടുത്തത്? പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് നിൻ്റെ നെക്സ്റ്റ് പ്ലാൻ, അത് അക്സെപ്റ്റ് ആക്കുന്നുണ്ടോ റിജക്റ്റ് ആക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മറുപടിയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സെന്നാണെങ്കിൽ ലൈബ്രറി പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അരിച്ച് പറിച്ച് നോക്കുക കേട്ടോ. കാരണം ആ ഒരു സീക്രട്ട് ലബോറട്ടറിനെ കുറിച്ചിട്ട് ഈ ലൈബ്രറിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവൾ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മുടെ മാറ്റ് വരുന്നുണ്ടായിരുന്നു. മാറ്റ് വന്നിട്ടാണെങ്കിൽ അവളുടെ ഒപ്പം തന്നെ എന്താണ് അവൾ ചെയ്യുന്നത്, എന്ത് കാര്യമാണ് നോക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഇവിടെയുള്ള ഹിഡൻ ആയിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവൾ ഏതൊരു വേയിലാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വേയിനെ കുറിച്ചിട്ടും എല്ലാ രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവൻ പ്രോമിസ് അയക്കുന്നത് നീ എന്ത് പ്രോബ്ലത്തിൽ എന്ത് നേരിടുകയാണെങ്കിലും നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും, നീ ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും പാടില്ല, നിൻ്റെ കൂടെ ഓൾവേസ് ഞാൻ ഉണ്ടായിരിക്കും, അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. നീ എന്ത് കാര്യം തെറ്റോ ശരിയോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ എന്നെ അറിയിക്കണം. സോ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ എനിക്ക് എല്ലാമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അത് നിനക്ക് വേണ്ടി മാത്രം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കിവിടുന്ന് രക്ഷപ്പെട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഒരുമിച്ച് മുന്നേറാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു കിസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആരും മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ലൈബ്രറിയിലുള്ള ഒരു ഷെൽഫിലുള്ള ബുക്കും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ വല്ല ഭൂമികുലുക്കം വന്നതാണെന്ന്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരാളുണ്ടായിരുന്നു, എയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ജെന്നിനെ എയ്സിനൊരു കണ്ണുണ്ട്. സോ അവൾ ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സെന്ന് പറയുന്നുണ്ട് ഇതൊരിക്കലും ഭൂമികുലുക്കാവില്ല, വേറെ എന്തെങ്കിലും ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് അവർ വിടുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ബ്ലഡി നൈറ്റ് ആണ്. സ്റ്റുഡൻസ് എല്ലാവരും പരസ്പരം മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ സെന്നെ വിൻഡോൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കാരണം ഇവൾക്ക് ഒന്നാമത് ഈ ഒരു ബ്ലഡി നൈറ്റിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവൾക്കാണെങ്കിൽ 9th പൊസിഷനിലേക്ക് ഒരു പ്രൊമോഷനും കിട്ടിയിട്ടുണ്ട്. സോ ഇവൾ അക്സെപ്റ്റ് ആക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം അക്സെപ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അത് സുപ്രീമോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ സാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സാറൊരു സീക്രട്ട് ഏജൻ്റാണ്, ഒരു ഡിറ്റക്റ്റീവാണ്, സാറ് മാത്രമല്ല പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അന്വേഷിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ ഹെൽപ്പ് വേണം, സോ നീ അത് അക്സെപ്റ്റ്
അക്സെപ്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അക്സെപ്റ്റ് ആക്കുന്നതിനെ കുറിച്ച്. എനിക്ക് അതിനൊക്കെ സാധിക്കുമോ, കാരണം അവിടെയുള്ള സീക്രട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ആക്സസ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഞാൻ ആ ഒരു പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ കുറിച്ച് സംസാരിച്ച് അവൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് കാണുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ ചുമരിലൊക്കെ നല്ല ഷോക്ക്ഡായിട്ട് തന്നെ ബ്ലഡിനായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ചുമലുമ്പോൾ കാണുന്നുണ്ട്. സോ നമ്മൾ 6 പേരും അങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും, ഒന്നാമത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഓവർ ടൈമിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കര ഈ സ്കൂൾ മൊത്തത്തിൽ മുഷിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ സെന്നാണെങ്കിൽ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സുപ്രീമോൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. എന്നിട്ട് അവളുടെ തീരുമാനം അവളിവിടെ പറയുക കേട്ടോ. സുപ്രീമോനോട് പറയുകയാണ് ഈ SSGയുടെ സെക്രട്ടറി ആവാൻ എനിക്ക് ഓക്കെ ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 9th പൊസിഷനിലേക്ക് ഞാൻ അക്സെപ്റ്റ് ആണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുപ്രീമോ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചേഞ്ച് ആവാൻ പറയുന്നുണ്ട്. അവൾ പുറത്ത് പോയി റെസ്റ്റ് റൂമിൽ പോയി ചേഞ്ച് ആവാൻ പറയുമ്പോൾ വേണ്ട, ഇവിടുന്ന് ചേഞ്ച് ആയിക്കോ, എൻ്റെ മുന്നിൽ നിന്ന് ചേഞ്ച് ആവണമെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ സംസാരിച്ച് അവൾ ചെറുതായിട്ടൊന്ന് ഫ്ലേട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ സുപ്രീമോ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ബാക്കി 5 പേരാണ്. ഇവരെല്ലാവരും കൂടെ നമ്മുടെ സെന്നിനെ കുറിച്ചിട്ടുള്ള ചിന്തയിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഡേവ് പറയുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കിട്ടിയതാണല്ലോ, റാങ്കിൽ വന്നതാണല്ലോ, സോ അത് അവൾ അക്സെപ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഡേവ് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെന്നാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിന് നല്ലൊരു കാരണം ഉണ്ടാവും. സോ അവൾ എന്തുകൊണ്ടും അവിടെ അക്സെപ്റ്റ് ആക്കി ആ ഒരു ഓഫർ അക്സെപ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കും നല്ല രീതിയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ വാന് പറയുന്നുണ്ട്. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജെറോമും പറയുന്നുണ്ടായിരുന്നു അത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു അസറ്റാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് അവൾ അക്സെപ്റ്റ് ആക്കി തന്നെ വേണം. അത് നമുക്കാണെങ്കിലും അവൾക്കാണെങ്കിലും ഏറ്റവും നല്ലത് അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കാരണം എക്സ്ട്രീം ടെൻഷനുള്ളത് മാറ്റിനാണ്. കാരണം മാറ്റാണെങ്കിൽ അവളെക്കുറിച്ച് കൂടുതലായിട്ട് കൺസേൺ ചെയ്യുന്ന ഒരാൾ. നമ്മൾ കാണുന്നതാണെങ്കിൽ എയ്സും അതുപോലെ തന്നെ സെന്നും സെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എയ്സ് സെന്നിനെ നല്ല അടിമുടിയൊന്നും നോക്കുന്നുണ്ടായിരുന്നു. ഒരു ഇഷ്ടത്തോട് കൂടി തന്നെയാണ് അവളെ നോക്കുന്നുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷേ ഓപ്പണായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഇഷ്ടത്തോട് കൂടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഈ ഒരു 5 പേരെ തന്നെ കാണും. മാറ്റ് പറയുന്നുണ്ടായിരുന്നു ഈ എയ്സിനാണെങ്കിൽ നമ്മുടെ സെന്ന് അവിടെ എന്തായാലും കയറണം എന്നുള്ള രീതിയിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ദുരുദ്ദേശവും കാര്യങ്ങളും എന്തോ പോലെ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് നിനക്കാൾ ജലസ് ആയിട്ടുള്ള കാര്യമല്ലേ, സോ അതിനെക്കുറിച്ച് ബോധേണ്ട ആവശ്യമില്ല, നിനക്ക് നല്ലോണം ജലസ് ഉണ്ടെന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഇവർ 2 പേരും എന്തോ ഒരുമിച്ച് വരുന്നത്, സുപ്രീമും അതുപോലെ തന്നെ സെന്നും. സോ അവൾ ആ പൊസിഷൻ അക്സെപ്റ്റ് ആക്കിയോ, അങ്ങനെ സെക്രട്ടറി ആയോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സെന്നു വന്ന് സംസാരിക്കുന്നത് സ്റ്റോപ്പ് ഇറ്റ്, ഇത് മതിയാക്കും ഇവിടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കൂടെ തന്നെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയിക്കോ, എനിക്ക് നിങ്ങളൊന്നും ഇപ്പോൾ കാണാൻ താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ പറയുകയാണ്, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ കൺവെട്ടത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. കേട്ടിട്ടാണെങ്കിൽ നമ്മൾ 5 പേര് ഞെട്ടി നിൽക്കുകയാണ്. അവൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവൾ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ 5 പേരും സെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവളൊരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ മാച്ച് ആണെങ്കിൽ ആകെ കൺസേൺ ആയിട്ട് നിൽക്കുകയാണ് അവളെ കുറിച്ചിട്ടാണെങ്കിൽ. പക്ഷേ എയ്സ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, സോ നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് പോകുന്നുണ്ട്. അവളാണെങ്കിൽ എയ്സിൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പറയുന്നുണ്ടായിരുന്നു ഇവളെന്തിനാണ് എയ്സിൻ്റെ പിന്നാലെ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേവ് ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ മാച്ച് ആണെങ്കിൽ അവളിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് അമ്ന സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.